ഇവിടെ എറണാകുളത്തിനടുത്ത് കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ എടപ്പള്ളിയിൽ അമൃതാനന്ദമയി മഠത്തിൻ്റെ പ്രധാന ആഭിമുഖ്യത്തിൽ അമൃത ഹോസ്പിറ്റൽ തുടങ്ങിയ കാലത്ത് ഇവിടെ അത്രയധികം സൗകര്യങ്ങളുള്ള മറ്റൊരു ആശുപത്രി ഉണ്ടായിരുന്നില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അത്ര ഗംഭീരമായ, അത്ര വിശാലമായ, അത്ര അധികം യന്ത്രസാമഗ്രികളും അത്രയും വിദഗ്ധന്മാരായ ഡോക്ടർമാരും ഉള്ള വേറൊരു സ്ഥാപനം അന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ മറ്റു പലതുമുണ്ട്. അന്ന് ഈ ആശുപത്രിയെ ചുറ്റിപ്പറ്റി ഒരു വലിയ ദുരൂഹത ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് പ്രചരിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ സർജറിക്ക് വരുന്ന ഈ രോഗികളുടെ ആന്തരാവയവങ്ങൾ ആശുപത്രിക്കാർ മുറിച്ചെടുത്ത് കച്ചവടം നടത്തും എന്നായിരുന്നു. അതിന് യാതൊരു തെളിവുണ്ടായിട്ടില്ല, അത് സംബന്ധിച്ച് യാതൊരു പരാതി ഉണ്ടായിട്ടില്ല. പക്ഷേ ചില പത്രങ്ങളിൽ, ആ പത്രങ്ങളൊക്കെ ചില പ്രത്യേക സമുദായക്കാർ നടത്തുന്നതാണ്, ആ പത്രങ്ങളിൽ ഇത് സംബന്ധിച്ച് ദുരൂഹമായ വാർത്തകൾ വന്നിരുന്നു. ഒരു പത്രവും ആശുപത്രിയുടെ പേരെടുത്ത് പറയില്ല. പേരെടുത്ത് പറഞ്ഞാൽ മാനാഷ്ട്ര കേസ് വരും എന്ന് പത്രം നടന്ന ആളുകൾക്കറിയാം. അതുകൊണ്ട് വായിക്കുന്നവർക്ക് കാര്യം മനസ്സിലാകത്തക്ക രീതിയിൽ അവിടെ പരിശോധനയ്ക്ക് വന്ന, അല്ലെങ്കിൽ അവിടെ ചികിത്സയ്ക്ക് വന്ന ഇന്ന രോഗി അത് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഇന്ന ഭാഗങ്ങൾ കാണാനില്ല എന്ന രീതിയിൽ പരാതി ഉണ്ടായിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ദുരൂഹത നിലനിൽക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. അത് കുറച്ച് പേരെങ്കിലൊക്കെ വിശ്വസിച്ചു. പിന്നീട് ഇതേ രീതിയിലുള്ള മറ്റ് പല ആശുപത്രികളും നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നു. ഈ പഞ്ചനക്ഷത്ര ആശുപത്രികളുടെ സ്ഥാനത്ത് സപ്തനക്ഷത്ര ആശുപത്രികളായി. ആശുപത്രിയിൽ ചെന്ന് കയറുന്ന സ്ഥലം തൊട്ട് പുറത്തിറങ്ങി വരുന്ന സ്ഥലം വരെ മൊത്തം എയർ കണ്ടീഷനായിരിക്കും. പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ പോലെ പഞ്ചനക്ഷത്രവും കിടന്ന് സപ്തനക്ഷത്ര ആശുപത്രികളുണ്ടായി. ആശുപത്രിയോട് അനുബന്ധിച്ച് ക്യാൻറ്റീനുള്ളവ, ആശുപത്രിയോട് ചേർന്ന് സിനിമാ തിയേറ്ററുള്ളവയൊക്കെ ഉയർന്നു. അങ്ങനെ പല പല ആശുപത്രികളായി കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇതൊക്കെ ഇത്രയുള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ ഈ ആശുപത്രികളെക്കുറിച്ച് ഇതുപോലെ കിംവദന്തികൾ പടർന്നു പിടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതിൽപ്പെട്ട വേറെ ചില ആശുപത്രികളെക്കുറിച്ച് പരസ്യമായ പരാതികൾ തന്നെ വന്നു തുടങ്ങി. ഈ അവയവമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് മുതലേ പരാതിയുണ്ട്. ഉമ്മൻചാണ്ടി ആദ്യം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് VS അച്യുതാനന്ദനാണ് ഇത് ഏറ്റുപിടിച്ചത്. അന്ന് നമ്മുടെ PC ജോർജും VS അച്യുതാനന്ദനും കൂടി കൂടിയിട്ട് ഇടുക്കി ജില്ലയിൽ പൂമാല എന്ന സ്ഥലത്ത് പോയി അവിടെ വൃക്ക വിറ്റ ആദിവാസികളെ കണ്ട് ആ വിഷയം കാര്യമായിട്ട് ഉന്നയിച്ചു. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് കാര്യമായ അന്വേഷണം നടത്തുകയോ കുറ്റക്കാരെയോ അല്ലെങ്കിൽ ഇടനിലക്കാരെയോ ഒന്നും ശിക്ഷിക്കുകയൊന്നും ചെയ്തില്ല. അതിന് പകരം നിയമം കർക്കശമാക്കി. അത് പ്രകാരം തൊട്ടടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ അവയവം കൈമാറ്റം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന രീതിയിൽ വ്യവസ്ഥ വന്നു. പിന്നെ ഇതിൻ്റെ ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഏർപ്പെടുത്തി. പിന്നെ സർക്കാരിൽ അപേക്ഷ കൊടുത്ത് നമ്മൾക്ക് പണം വാങ്ങാതെ അവയവം ദാനം ചെയ്യാൻ കഴിവോ പ്രാപ്തിയോ അല്ലെങ്കിൽ സൗജന്യ ബുദ്ധിയോ ഉള്ള ഒരാളെ കണ്ടെത്തി, അവയവ ദാതാവിനെ കണ്ടെത്തിയിട്ട് ഈ കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി ശാരീരിക അവയവങ്ങൾ അവരിൽ നിന്ന് കൈപ്പറ്റാം എന്ന രീതിയിൽ ഒരു ഭേദഗതി കൊടുത്തു. ഈ ഭേദഗതി വന്നതോടെ ഈ ദല്ലാളന്മാർക്ക് കോളായി. അവരവയവത്തിൻ്റെ വില ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചു. കാരണം ഈ അസുഖം വന്ന് മരിക്കാൻ കിടക്കുന്നവനാണല്ലോ ഇതിൻ്റെ ആവശ്യക്കാരൻ. മിക്കവാറും വല്ല ഗൾഫുകാരനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വിദേശ മലയാളിയായിരിക്കും, അല്ലെങ്കിൽ വിദേശി തന്നെയായിരിക്കും. അപ്പോൾ ഇവർക്ക് വേണ്ടി വൃക്ക കൊടുക്കാൻ, കരൾ കൊടുക്കാൻ, ഹൃദയം കൊടുക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അവരുടെ കയ്യിൽ പണം ആവശ്യത്തിനുണ്ട്. ഈ നേരത്തെ പറഞ്ഞ റാക്കറ്റിൽപ്പെട്ട ആളുകളെ ബന്ധപ്പെടും. മിക്കവാറും ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലത്തെ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ പരസ്യമായ രഹസ്യമാണ്. അവർ മുഖേന അവയവങ്ങൾ കൈപ്പറ്റും. ഈ നേരത്തെ പറഞ്ഞ ഏജൻറ്റുമാർ ഏതെങ്കിലും നാട്ടുമ്പുറത്ത് പോയിട്ട് പാവപ്പെട്ട ആളുകളെയൊക്കെ ആട്ടിത്തെളിച്ച് B പോസിറ്റീവ്, A പോസിറ്റീവ്, A നെഗറ്റീവ്, O നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ് ആളെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ വാങ്ങുന്ന പണത്തിൻ്റെ ഒരു 10-1 ഭാഗം ഈ ദാതാവിന് കൊടുക്കും. അവനത് കിട്ടിയിട്ടുണ്ട് റേഷൻ മേടിക്കാൻ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിലെ കട അടച്ച് തീർക്കാൻ, അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന്, അല്ലെങ്കിൽ മകളെ കെട്ടിക്കാനായിട്ട് ഈ കാശ് കിട്ടിയിട്ടുണ്ട്. ഈ ഏജൻറ്റുമാർക്ക് ചാകര എന്ന് പറഞ്ഞാൽ പോരാ, വലിയ കോളാണ്. ഇത് സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, പക്ഷേ ആരും പുറത്ത് പറയുകയില്ല. കാരണം ഇത് വാങ്ങുന്നവനും അറിയാം, വിൽക്കുന്നവനും അറിയാം, തട്ടിപ്പാണ്. ദല്ലാൾമാർക്കും അറിയാം, ആശുപത്രിക്കാർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു തട്ടിപ്പ് കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കാസർഗോഡ് സ്വദേശിയായ നജീബ് എന്ന് പറഞ്ഞ ഒരു കരുണാമയനായ ഏജൻറ്റിനെ, അല്ലെങ്കിൽ റാക്കറ്റ് നടത്തുന്ന വിദ്വാനെ, ഒരു ഡോണെ പോലീസ് അറസ്റ്റ് ചെയ്തു.
അതങ്ങനെ പതിവില്ലാത്ത കാര്യമാണ്. എങ്ങനെയോ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. സാധാരണ ഇവന്മാരുടെ ഇഷ്ടം പോലെ പൈസകളുണ്ട്. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ നല്ല തുക വാങ്ങിച്ച് ആ പ്രശ്നം തീർക്കുകയാണ് പതിവ്. അഥവാ കേസ് ചാർജ് ചെയ്താൽ തന്നെ ഏറ്റവും ദുർബലമായ വകുപ്പുകൾ ചേർത്തിട്ടായിരിക്കും ചാർജ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നു. നജീബ് എന്ന് പറഞ്ഞ ഒരു ക്രാന്തദർശി, ഒരു പ്രതിഭാശാലി, അല്ലെങ്കിൽ ഒരു മനുഷ്യാവകാശ പ്രവർത്തകരെ, ഈ വൃക്ക വിൽപ്പന ഒരുതരം മനുഷ്യാവകാശ പ്രവർത്തനമുള്ളൂ. മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് വിളിക്കുന്നതായിരിക്കും കൂടുതൽ ശരി. അങ്ങനെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അസാമാന്യമായിട്ട് വാർത്ത വന്നു. അപ്പോഴും ബന്ധപ്പെട്ട ആശുപത്രികളുടെ പേരൊന്നും പത്രത്തിൽ വന്നില്ല. കാരണം ഈ ആശുപത്രിയൊക്കെ നടത്തുന്നത് വളരെ പ്രബലരായ ആളുകളാണ്. സ്ഥാപനങ്ങളുടെ പേര് പുറത്തു വന്നാൽ അവരുടെ കച്ചവടത്തെ ബാധിക്കും. ആതുര സേവനം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, കച്ചവടമാണ്. അവരുടെ കച്ചവടത്തെ ബാധിക്കും, അവരുടെ വ്യാപാര നഷ്ടം സംഭവിക്കും, അല്ലെങ്കിൽ സൽപ്പേരിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റുകാർ എന്ന് പറഞ്ഞാൽ പരമനീചന്മാർ അതിൻ്റെ അകത്ത് ചാടി വീണിരിക്കുകയാണ്. ഇത് വലിയ കച്ചവടമാണ് എന്ന് മാത്രമല്ല, ഇതിൽ പണം വെളുപ്പിക്കലും നടന്നിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെൻറ്റുകാർ പറയുന്നത്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റുകാർ സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തുള്ള പല ആശുപത്രികളും റെയ്ഡ് ചെയ്തു. ഈ റെയ്ഡ് ചെയ്യപ്പെട്ട ആശുപത്രികളുടെ ഒന്നും പേര് പറയാതിരിക്കാനായിട്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ട്രീ കട്ടർ ചാനൽ മാത്രമാണ് ആശുപത്രികളുടെ പേരെടുത്ത് പറഞ്ഞത്. റെയ്ഡിന് വിധേയമാക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പരാതി വന്ന നജീബിൻ്റെ ആ റാക്കറ്റുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എറണാകുളം നഗരത്തിന് തൊട്ടുപുറത്ത്, കൊച്ചി നഗരത്തിന് തൊട്ടുപുറത്ത് മരട് മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മുതലാളിയുടെ ആശുപത്രിയാണ്. മുതലാളി ആരാണെന്ന് മനസ്സിലായല്ലോ. മഹാദാനധർമ്മിഷ്ഠനായ ഒരു മുതലാളിയുണ്ട്. ഈ സഹകരണ ബാങ്കിൽ വായ്പ അടച്ചെടുക്കാൻ പറ്റാത്തവർക്ക് പണം കൊടുത്ത് സഹായിക്കുന്ന, അല്ലെങ്കിൽ സാധുക്കളുടെ കണ്ണീരൊപ്പുന്ന കരുണാമയനായ ഒരു മുതലാളിയുള്ളൂ. ബാക്കി മുതലാളിമാർ ഒരുപാടെങ്കിലും ദാനധർമ്മിഷ്ഠനായ കരുണാമയനായ മുതലാളി കേരള സംസ്ഥാനത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ. അഖില ലോക മുതലാളിയാണ്. ഈ മുതലാളിയുടെ ആശുപത്രി എന്നാണ് പറഞ്ഞെങ്കിലും ഇത് യഥാർത്ഥത്തിൽ മുതലാളി തുടങ്ങിയ ആശുപത്രിയല്ല. ചില ഉത്സാഹശാലികളായ ഡോക്ടർമാർ സ്വന്തമായിട്ട് പണം മുടക്കി, പണം പിരിച്ച് അവരുണ്ടാക്കിയ ഒരു ആശുപത്രിയാണ്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഇതിന് മൂലധനം തികയാതെ വന്നപ്പോൾ മുതലാളിയെ കൂടി അതിൻ്റെ അത് ഉൾപ്പെടുത്തിയതാണ്. അടുത്ത ഘട്ടത്തിൽ മുതലാളി അവരുടെ ഷെയർ കൂടി വാങ്ങിച്ച് സ്വന്തമാക്കി. പിന്നെ മുതലാളിയുടെ മരുമകനും കൂടി കൂടിയിട്ടാണ് ഇപ്പോൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മരുമോൻ്റെ ആണ് പ്രധാന ഷെയർ, മുതലാളിക്കതിൽ മൈനോറിറ്റി ഷെയർ ഉള്ളൂ എന്ന് പറയും. മരുമോനും വലിയ ദാനധർമ്മിഷ്ഠനാണ്. അവർ അഖില ലോക മുതലാളിമാരാണ്. ഇപ്പോൾ ഈ അഖില ലോക മുതലാളിമാരുടെ കൂട്ടുടമസ്ഥയിലുള്ള സ്ഥാപനം കിഡ്നി റാക്കറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും. കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകൾ അധികവും നടക്കുന്ന ഈ ആശുപത്രിയിലാണ്. എന്ന് മാത്രമല്ല, ഈ ദല്ലാൾ ഉണ്ടല്ലോ, മുഹമ്മദ് നജീബ് അടക്കമുള്ള ഏജൻറ്റുമാർക്ക് ആശുപത്രിയിൽ നിന്ന് കമ്മീഷൻ കിട്ടും എന്നാണ് എൻഫോഴ്സ്മെൻറ്റുകാർ പറയുന്നത്. അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റുകാർ പറയുന്നതായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ റെയ്ഡുണ്ടായത്. അല്ലാണ്ട് ഒരു ആശുപത്രിയിൽ എൻഫോഴ്സ്മെൻറ്റുകാർക്ക് എന്താ കാര്യം? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ് ഇതൊക്കെ ഒരു ദാനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. കാരണം ഒന്നും ആലോചിച്ച് നോക്കൂ, ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാതെ ഒരാൾ 2 കിഡ്നിയുമായിട്ട് നടക്കും. സത്യത്തിൽ അയാൾക്ക് 2 കിഡ്നിയുടെ ആവശ്യമില്ല, 1 കിഡ്നി മതി. അപ്പോൾ പുള്ളിക്ക് വിൽക്കാനായിട്ട് വേറെ ഒന്നുമില്ല, വസ്തുവില്ല, പണയം വെക്കാനായിട്ടൊന്നുമില്ല. ആ കെട്ടുതാലി പോലും വിറ്റ് കഴിഞ്ഞു. അപ്പോൾ പുള്ളി ആകെ ചെയ്യാവുന്നത് എന്താണ്? കിഡ്നി വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കിഡ്നിയുമായിട്ട് നടക്കുന്നു, 1 കിഡ്നി വിൽക്കാൻ തയ്യാറ്. അവിടെയാണ് ദാനധർമ്മിഷ്ഠനായ ഏജൻറ്റിൻ്റെ രംഗപ്രവേശം. ഏജൻറ്റ് പറയുന്നു, പ്രിയ സുഹൃത്ത്, ഒരാൾക്ക് 2 കിഡ്നിയുടെ ആവശ്യമില്ല, 1 കിഡ്നി ധാരാളം മതി. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള 1 കിഡ്നി നിങ്ങൾ ആർക്കെങ്കിലും ദാനം ചെയ്യൂ. അതുകൊണ്ട് ഒരാളുടെ ജീവിതം രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. ഇതേ ദല്ലാൾ തന്നെ ആരെ സമീപിക്കുന്നു? ആശുപത്രിയെ സമീപിക്കുന്നു. ആശുപത്രിക്കാർ നോക്കുമ്പോൾ വലിയ ദാനധർമ്മമുള്ളൂ, വൃക്കദാനം, മഹാദാനം. അതുകൊണ്ട് അവരതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഇതിന് ചെറിയൊരു കമ്മീഷൻ ആർക്ക് കൊടുക്കുന്നു? ഈ ദാതാവിന് കൊടുക്കുന്നു, ഈ ദല്ലാളിന് കൊടുക്കുന്നു. എന്നിട്ട് ഈ പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവൻ്റെ കിഡ്നി നേരത്തെ പറഞ്ഞ നടപടിക്രമമൊക്കെ പൂർത്തീകരിച്ച് അവിടെ മാറ്റിവെക്കുന്നു. മാറ്റിവെക്കുമ്പോൾ ഈ കിഡ്നി വിറ്റ ആൾക്ക് അല്ലെങ്കിൽ കിഡ്നി ദാനം ചെയ്ത ആൾക്ക് വിൽക്കാൻ പാടില്ലല്ലോ. വിൽപ്പന എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, പോലീസ് കേസാവും. കിഡ്നി ദാനം ചെയ്ത ആ മഹാമനസ്കന് കുറച്ച് പൈസ കൊടുക്കുന്നു, പിന്നെ ഏജൻറ്റിന് കുറച്ച് പൈസ കൊടുക്കുന്നു, പിന്നെ ബാക്കി പൈസ ആശുപത്രിക്കാരെടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ലാഭം. പിന്നെ കിഡ്നി സ്വീകരിച്ച ആൾ, അയാൾക്ക് ദൈവാധീനം ഉണ്ടെങ്കിൽ ഈ കിഡ്നി ശരീരം സ്വീകരിച്ചാൽ അയാൾക്ക് കുറച്ചാളും കൂടെയൊക്കെ ജീവിക്കാം. അയാൾക്ക് പണമുണ്ടല്ലോ.
അപ്പോൾ ഈ ആവശ്യക്കാരൻ്റെ പണമാണ് ഏജൻറ്റിന് കൊടുത്തത്. സത്യത്തിൽ അത് എൻഫോഴ്സ്മെൻറ്റുകാർ അന്വേഷിക്കുന്നത് ശരിയല്ല, മര്യാദയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതുപോലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന മുതലാളിക്ക് നേരത്തെ പത്മശ്രീ കൊടുത്ത് രാജ്യം ബഹുമാനിച്ചിട്ടുണ്ട്. വരുന്ന താപ്പിൽ അദ്ദേഹത്തിന് ഒരു പത്മവിഭൂഷണവും കൂടി കൊടുത്ത് പുള്ളി ഒന്നുകൂടി ആദരിക്കണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിനോട് പറയാനുള്ളത്. സംശയമുണ്ടെങ്കിൽ എൻഫോഴ്സ്മെൻറ്റുകാരോട് ചോദിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അപ്പോൾ അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുത്താൽ പോലും കൂടിപ്പോയില്ല. എന്നാൽ പോലും നമുക്ക് തൽക്കാലം ഒരു പത്മഭൂഷണിലോ പത്മവിഭൂഷണിലോ നിർത്താം.